ബോൺസായി എന്ന കവിത പഠിച്ചാലോ? അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും വെൽക്കം ടു ഹിന്ദി സഹായക്. നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നന്നായിട്ട് ഇത് ശ്രദ്ധിക്കൂ കേട്ടോ. അപ്പോൾ ബോൺസായി എഴുതിയിരിക്കുന്നത് സുധാ ഉപാധ്യായ് കവിത. അത് നമുക്ക് നോക്കാം. ബോൺസായി എഴുതിയ സുധാ ഉപാധ്യായെ കുറിച്ചിട്ട്. सुधा उपाध्याय हिंदी की आज की लेखिकाओं में महत्वपूर्ण स्थान रखती है. സുധാ ഉപാധ്യായ് ഹിന്ദിയിലെ ഇന്നത്തെ ലേഖികകളിലെ അത്രയും മഹത്വപൂർണ്ണ സ്ഥാനമുള്ള ഒരു ലേഖികയാണ് സുധാ ഉപാധ്യായ്. അവർ ജനിച്ചത് ഉത്തർപ്രദേശിലാണ്. അതുപോലെ തന്നെ അവിടെ പ്രധാനപ്പെട്ട രചനകളാണ് ബോൾത്തി ചുപ്പി, പാഡ് പുനർപാഡ്, ഔപന്യാസിക് ചരിത്രോമി, ചർച്ചസ്വ കി രാജനീതി ചടൂം ദശക് കെ ബാദ്, ഇതെല്ലാം അവരുടെ പ്രമുഖ രചനകളാണ്. അതുപോലെ ഷീലാ സിദ്ധാന്തകാർ സമ്മാൻ, അമർ സരസ്വതി സമ്മാൻ, സാഹിത്യ ഗൗരവ് സമ്മാൻ, മൈഥിലി ശരൺ ഗുപ്ത പുരസ്കാർ, ഇതെല്ലാം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അവർ ജനിക്കുന്നത് 29 നവംബർ 1972 അവർ ജനിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് സുധാ ഉപാധ്യായെ കുറിച്ചിട്ട്. അപ്പോൾ മക്കൾ എന്തായാലും ബോൺസായി എന്ന കവിത സുധാ ഉപാധ്യായ് എഴുതിയതാണെന്ന് മനസ്സിലാക്കി വെക്കണം. നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിന് കവിതയുടെ ആശയം, ടിപ്പണി, ആസ്വാദൻ ടിപ്പണി, കവിതാക്ക ആശയം, ഇത്രയും കാര്യങ്ങൾ ഉറപ്പായിട്ടും മസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കാം. അതുകൊണ്ട് എല്ലാവരും ഈ ചാപ്റ്റർ എഴുതിയത്, ബോൺസായി എഴുതിയത് സുധാ ഉപാധ്യായ് ആണെന്നും അവരെക്കുറിച്ചുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക. സുധാ ഉപാധ്യായ് ഉത്തർപ്രദേശിൽ ജനിച്ച ഇന്നത്തെ ആജ് കി ലേഖികാവുമിൽ അത്രയും മഹത്വപൂർണ്ണ സ്ഥാനമുള്ള ഒരു ലേഖികയാണ് സുധാ ഉപാധ്യായ്. ഇനി നമുക്ക് കവിതയിലേക്ക് പോവാം. കവിതയുടെ പേരാണ് ബോൺസായി, എഴുതിയത് സുധാ ഉപാധ്യായ്. അപ്പോൾ നമ്മുടെ കവിതയുടെ പേരാണ് ബോൺസായി. ബോൺസായി എന്നാണെങ്കിൽ ചെറിയ ചെടി. ബോൺസായിയുടെ മീനിങ് ആണ് ചെറിയ ചെടി എന്നാണ് ബോൺസായിയുടെ മീനിങ് വരുന്നത് കേട്ടോ. അപ്പോൾ ബോൺസായി എന്ന് പറഞ്ഞാൽ ചെറിയ ചെടിയാണ്, സ്മോൾ പ്ലാന്റ്. അപ്പോൾ എഴുതിയിരിക്കുന്നത് സുധാ ഉപാധ്യായ്. ഇതൊരു കവിതയാണ് കേട്ടോ. അപ്പോൾ ബോൺസായി എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ചെടി. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മുടെ കവിതയിലേക്ക് പോകാം. तुमने आंगन से खोदकर मुझे लगा दिया सुंदर गमले में, फिर सजा लिया घर के ड्राइंग रूम में. हर आने जाने वाला बड़ी हसरत से देखता है और धीरे धीरे मैं ബോൺസായി में तब्दील हो गई. അപ്പം ഇതാണ് ആദ്യത്തെ സ്റ്റാൻസ വരുന്നത്. നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസയുടെ മീനിങ് പറഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റാൻസയിലേക്ക് പോകാം. ഫസ്റ്റ് സ്റ്റാൻസയിൽ ഇതാണ് പറയുന്നത്, തുമ്നെ ആംഗൻ സേ ഖോദ്കർ. തുമ്നെ എന്ന് പറയുമ്പോൾ നിങ്ങൾ, ആംഗൻ സേ ഖോദ്കർ. ആംഗൻ സേ ഖോദ്കർ എന്ന് പറഞ്ഞാൽ, ആംഗൻ എന്ന് പറഞ്ഞാൽ മുറ്റം, കോർട്ട്യാർഡ്. സേ ഖോദ്കർ എന്ന് പറഞ്ഞാൽ കളച്ചെടുത്തിട്ട്, അവിടുന്ന് പറിച്ചെടുക്കുക അല്ലെങ്കിൽ കളച്ചെടുത്തിട്ട്. അതായത് ഫസ്റ്റ് ലൈൻ, നിങ്ങൾ മുറ്റത്ത് നിന്ന് കളച്ചെടുത്ത്, മുജെ ലഗാദിയ സുന്ദർ ഗമലേമി. മുജെ എന്ന് പറഞ്ഞാൽ എന്നെ, ലഗാദിയ എന്നെ നട്ടു. എന്തിലാണ് നട്ടത്? സുന്ദർ ഗമലേമേ. ഗമല, ഗംലേ. ഗംലേ എന്ന് പറഞ്ഞാൽ ചട്ടി, നമ്മളെ ചെടി ചട്ടിയാണ് ഗംല എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതാണ് പറയുന്നത്, നിങ്ങൾ എന്നെ എവിടെയാണ് പറിച്ചു നട്ടത്? എന്നെ ഈ ഒരു ചെടിയെ നിങ്ങൾ സുന്ദരമായൊരു പൂച്ചട്ടിയിലേക്ക് പറിച്ചു നട്ടു എന്നാണ് സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത്. അപ്പം ഗമല എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ പൂച്ചട്ടി, ചെറിയ ചട്ടി. ഓക്കെ, എന്നിട്ട് ഫിർ സജാലിയ ഗർക്കെ ഡ്രോയിങ് റൂമേ. എന്നിട്ട് ഡെക്കറേറ്റ് ചെയ്തു. സജാലിയ എന്ന് പറഞ്ഞാൽ ഡെക്കറേറ്റ് ചെയ്തു, അലങ്കരിച്ചു. ഫിർ എന്ന് പറഞ്ഞാൽ പിന്നീട്. ഫിർ പിന്നീട്. സജാലിയ, ഞാൻ ഡോട്ട് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഏത് ലൈനാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ സജാലിയ, സജ എന്ന് പറഞ്ഞാൽ ഡെക്കറേറ്റ് ചെയ്യുക, അലങ്കരിക്കുക. ഗർക്കെ ഡ്രോയിങ് റൂമേ, പിന്നീട് വീട്ടിലെ സ്വീകരണ മുറിയിൽ അലങ്കരിച്ചു വെച്ചു എന്നാണ് തേർഡ് ലൈനിൽ പറയുന്നത്. ഫോർത്ത് ലൈനിൽ പറയാണ്, ഹർ ആനെ ജാനെ വാല ബഡി ഹസ്രത് സേ ദേഖ്താ ഹെ. ഹർ എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് അതിൽ പറയാണ്, ഹർ ആനെ ജാനെ, വരുന്ന ഓരോരുത്തരും, അതായത് വരുന്നത്, ആനെ ജാനെ വരുന്നതും അതുപോലെ പോകുന്നതുമായ ഓരോരുത്തരും എന്താ പറയുന്നത്? വാല ബഡി ഹസ്രത് സേ ദേഖ്താ ഹേ, വരുന്ന ഓരോരുത്തരും. അതാണ് ഓരോരുത്തരും. ഹർ എന്ന് പറയുമ്പോൾ ഓരോരുത്തരും, വരുന്നതും പോകുന്നതുമായ ഓരോരുത്തരും. ബഡി ഹസ്രത്ത്, ബഡി എന്ന് പറഞ്ഞാൽ വലിയ, ഹസരത്ത്, ഹസരത്ത് എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തോടുകൂടെ. ഹസരത്ത് എന്ന് പറഞ്ഞാൽ വളരെ ആഗ്രഹത്തോടുകൂടെ. നമുക്ക് ഹസരത്തിന് നമുക്ക് പറയാം ലാലസ, ഹസരത്ത് നമുക്ക് പറയാം ഹസരത്ത്, അതായത് വളരെ ആഗ്രഹത്തോടു കൂടിയാണ് ഹസരത്ത്. ഹസരത്തിന് നമുക്ക് പറയാം ലാലസ എന്നും നമുക്ക് പറയാൻ പറ്റും. അപ്പം ആഗ്രഹമാണ് ഹസരത്ത്. ഓക്കെ, മീൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആഗ്രഹമാണ് ഹസരത്ത്.
അപ്പം വളരെ ആഗ്രഹത്തോടു കൂടിയാണ് വരുന്നവരും പോകുന്നവരും ഒക്കെ എന്ത് ചെയ്യുന്നത്, ഇതിനെ നോക്കി കാണുന്നത്. എന്നിട്ട് പറയാണ്, और धीरे धीरे में ബോൺസായി में തബ്ദിൽ ഹോ ഗയി. और धीरे धीरे और അങ്ങനെ എന്താണ് ധീരെ ധീരെ എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ, और धीरे धीरे പതുക്കെ പതുക്കെ, മേ ഞാൻ, ബോൺസായി എന്ന് പറഞ്ഞാൽ ചട്ടിയിലെ ചെടിയായി, തബ്ദിൽ ഹോ ഗയി, തബ്ദിൽ എന്ന് പറഞ്ഞാൽ ടു ചേഞ്ച്, മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ മെല്ലെ മെല്ലെ ഞാൻ ഒരു ചെടിച്ചട്ടിയിലെ ചെടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് പറയുന്നത്. അങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ ചട്ടിയിലെ ചെടിയായി മാറി. അപ്പോൾ മക്കളെ, ഞാൻ ഈ ഒരു 4 ലൈൻസിൻ്റെ മലയാളം മീനിങ് ഒരിക്കൽ കൂടെ പറയാം. നിങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ലൈൻ മീനിങ്, സെക്കൻഡ് ലൈൻ മീനിങ്, തേർഡ് ലൈൻ. അപ്പോൾ ഓരോ ലൈൻസ് വരുമ്പം ഞാൻ അവിടെ ഡോട്ട് ഇടുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ലൈൻ മീനിങ് ആണ്, നിങ്ങൾ മുറ്റത്ത് നിന്ന് കളച്ചെടുത്ത എന്നെ സുന്ദരമായി ഒരു ചട്ടിയിൽ നട്ടു. അതായത് നിങ്ങൾ മുറ്റത്ത് നിന്ന് എന്നെ കളച്ചെടുത്തിട്ട് ഒരു സുന്ദരമായ ചെടിച്ചട്ടിയിൽ എന്നെ നട്ടു. എന്നിട്ടോ പിന്നീട് വീട്ടിലെ സ്വീകരണ മുറിയിൽ അലങ്കരിച്ചു വെച്ചു. വരുന്ന ഓരോരുത്തരും വലിയ ആഗ്രഹത്തോടെ നോക്കുന്നു. ഓർ ധീരെ ധീരെ മേ ബോൺസായി മേ തബ്ദിൽ ഹോ ഗയി. അങ്ങനെ പതുക്കെ പതുക്കെ ഞാനൊരു ബോൺസായി ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ ഞാനൊരു ബോൺസായി ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ലേഖിക പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത സ്റ്റാൻസയിലോട്ട് പോവാം. मौसम ने फिर करवट ली, मुझमें लगे फल फूल ने तुम्हें फिर डराया. अब की तुमने मुझे उगाड़ फेंका, घूरे पर आओ देकर जाओ, यहाँ मेरी जड़ें और फल फैल गई है. അപ്പം ഇതാണ് പറയുന്നത്. മൗസംനെ ഫിർ കർവട്ട് ലീ. മൗസം എന്ന് പറയുമ്പോൾ ഇവിടെ കാലം, നമ്മൾ സീസൺ എന്ന് മൗസമിനെ പറയും. ഇവിടെ നമ്മൾ മൗസം എന്ന് പറയുമ്പോൾ കാലം എന്നൊരു മീനിങ് ആണ് ഇവിടെ പറയുന്നത്. നമുക്ക് പറയാം, മൗസം എന്ന് പറയുമ്പം കാലം. നി ഫിർ കർവട്ട് ലീ എന്താണ്? ഫിർ എന്ന് പറഞ്ഞാൽ പിന്നെയും, കർവട്ട് ലീ എന്ന് പറഞ്ഞാൽ മാറ്റിമറിച്ചു. സീസൺ പിന്നെയും മാറ്റിമറിച്ചു. മുജ്മേ ലഗേ ഫൽ ഫൂലിനെ തുമേ ഫിർ ഡരായ. മുജ്മേ ലഗേ എന്ന് പറഞ്ഞാൽ എന്നിൽ ഉണ്ടായ, ഫൽ അതാണ് പറയുന്നത്, എന്നിലുണ്ടായ. മുജ്മേൻ ലഗേ ഫൽ ഫൂൽ, ഫൽ എന്ന് പറഞ്ഞാൽ പഴങ്ങളും, ഫൂല് പൂക്കളും. തുമ്നെ ഫിർ ഡരായ, എന്നിട്ട് എന്താ ചെയ്തത്? തുമ്നെ ഫിർ ഡരായ എന്ന് പറഞ്ഞാൽ എന്നിലുണ്ടായ പഴങ്ങളും പൂക്കളും നിങ്ങളെ ഭയപ്പെടുത്തി. എന്നിലുണ്ടായ പഴങ്ങളും പൂക്കളും നിങ്ങളെ ഭയപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. ആരാണോ ഈ ഒരു ചെടിയെ ചട്ടിയിൽ നട്ട് ഡ്രോയിങ് റൂമിൽ കൊണ്ടുവച്ചത്, അവർക്ക് പൂക്കളും പഴങ്ങളും ഒക്കെ ആ ചെടിയിലുണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു? അത് തോന്നി ഈ ഒരു പൂക്കളും പഴങ്ങളും ഉണ്ടായാൽ അത് നിങ്ങളെ ഭയപ്പെടുത്തി. എന്തുകൊണ്ടാണ് ഭയപ്പെടുത്തിയതെന്നറിയോ? നിങ്ങൾക്കറിയാം, ഒരു ചെറിയ ചെടിയെ നമ്മൾ ചട്ടിയിൽ നട്ടിട്ട് അതിൽ പൂക്കളും പഴങ്ങളും ഒക്കെ ആയിട്ട് ഡ്രോയിങ് റൂമിൽ വെച്ചപ്പം അതിൽ പഴങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഈച്ചകളൊക്കെ വരും അല്ലേ? പിന്നെ അതെന്താവും, കുറച്ചുകൂടി കഴിയുമ്പോൾ അതിനൊരു ബാഡ് സ്മെല്ലൊക്കെ വരുമ്പം അപ്പം ആരെ ഭയപ്പെടുത്തും? ഇത് വെച്ച ആളെ ഭയപ്പെടുത്തും അല്ലേ? അവർ അലങ്കാരത്തിന് വേണ്ടി കൊണ്ടുവെക്കും. കുറച്ച് സമയം കഴിയുമ്പം അവരെ അത് ബുദ്ധിമുട്ടിക്കുകയോ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്നതുമായിട്ട് അവർക്ക് തോന്നിയാൽ അവരെടുത്ത് കളയുക ചെയ്യുക അല്ലേ? അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. മക്കളെ, സെക്കൻഡ് സ്റ്റാൻസിൽ തേർഡ് ലൈൻ നോക്കൂ. അബ്കി തുമ്നെ മുझे ഉഗാണ്ട് ഫേങ്ക ഘൂരെ പർ. എന്താ പറഞ്ഞത്? അബ്കി തുമ്നെ മുझे ഉഗാഡ് ഫേങ്ക ഘൂരെ പർ. അപ്പം എന്താ പറഞ്ഞത്? ഇപ്പോൾ അബ്കി നിങ്ങൾ, തുമ്നെ നിങ്ങൾ, മുझे എന്നെ, ഉഗാഡ് ഫേങ്ക എന്ന് പറഞ്ഞാൽ പിഴുതെറിഞ്ഞു. ഉഗാഡ് ഫേങ്ക പിഴുതെറിയുക. ഗൂരെ എന്ന് പറഞ്ഞാൽ പാഴ്വസ്തുയിലേക്ക്. ഗൂര എന്ന് പറഞ്ഞാൽ മക്കളെ നമ്മൾ നമുക്കറിയാം, ഗൂര എന്ന് പറഞ്ഞാൽ എന്താണ്? പാഴ്വസ്തുക്കളാണ്. ഈ പാഴ്വസ്തുക്കൾ അല്ലെ വേസ്റ്റിന് നമ്മൾ ഹിന്ദിയിൽ വേറൊരു പേരും കൂടെ പറയും. എന്താണ്? കൂട കച്ചറ, വേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതാണ് വേസ്റ്റ്. നിങ്ങൾ എന്ത് ചെയ്തു? എന്നെ ചവറ്റുകൂന അല്ലെങ്കിൽ വേസ്റ്റിൽ, ഘൂര എന്ന് പറഞ്ഞാൽ ചവറ്റുകൂന അല്ലെങ്കിൽ വേസ്റ്റിലേക്ക് എന്നെ നിങ്ങൾ നിക്ഷേപിക്കുകയാണ് ചെയ്തതെന്നാണ് ആര് പറഞ്ഞത്? ഈ ഒരു ചെറിയ ബോൺസായി പറയാണ്. ആവോ ദേക്കർ ജാവോ, ആവോ വരൂ, ദേക്കർ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് പോകൂ. യഹാ മേരി ജഡേ ഓർ ഫൈൽ ഗയി ഹേ. എന്താണ്? ഇവിടെ എൻ്റെ വേരുകൾ വീണ്ടും പടർന്നു പിടിച്ചു. ലേഖിക പറയാണ്, നിങ്ങൾ വരൂ, കണ്ടിട്ട് പോകൂ. എന്താ ചെയ്തത്? ആ ചെറിയ ചെടിച്ചട്ടിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആ ചെടിയിൽ പൂക്കളും പഴങ്ങളും ഉണ്ടായപ്പം ആ വീടിൻ്റെ ഓണർ എന്താ ചെയ്തത്? ആ ചെടിച്ചട്ടിയോട് കൂടെയുള്ള ചെറിയ ബോൺസായി എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടു. എന്നിട്ടോ ആ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് നമ്മുടെ ഈ ഒരു ബോൺസായി ചെടി പടർന്ന് അതിൻ്റെ വേരുകൾ വേസ്റ്റിലേക്ക് പടർന്നു. കാരണം ആ വേസ്റ്റിൽ എന്ത് സംഭവിച്ചു? അതിന് വേണ്ട സ്പേസും വേണ്ട സൂര്യപ്രകാശവും എല്ലാം ലഭിച്ചു. എന്നിട്ടോ അവിടുന്ന് വളർന്നു. അതിൻ്റെ വേരുകൾ എവിടെ പടർന്നു എന്നാണ് പറയുന്നത്?
വേസ്റ്റ് ബാസ്ക്കറ്റിൽ പടർന്നു, അവിടെ ആ ഒരു വേസ്റ്റിൽ പടർന്നു, ആ ഒരു വേസ്റ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ ആ പാഴ് വസ്തുക്കളുടെ കൂടെ ആ ഒരു ചെടി വളർന്നു എന്നാണ് പറയുന്നത്. അപ്പം അതാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ ചെടിയെ കുറിച്ച് പറയുകയാണ്. അതായത് ഈ ഒരു കവിതയിൽ നമ്മുടെ റൈറ്ററായ സുധാ ഉപാധ്യായ് എഴുതിയ ഈ ഒരു കവിതയിൽ ബോൺസായി എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയോടുകൂടെ അതായത് ഒരു ചെറിയ ബോൺസായി ചെടിയുടെ മോശമായ അവസ്ഥയെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ബോൺസായി ശരിക്കും പറയുകയാണെങ്കിൽ ബോൺസായി എന്ന് പറയുന്നത് ജപ്പാൻ ഭാഷയിലൊരു വേർഡാണ്. ബോൺസായി എന്ന് പറയുന്നത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിക്കാം. ബോൺസായി എന്ന് പറയുന്നത് ജപ്പാൻ ഭാഷയിലൊരു വേർഡാണ്. അതിൻ്റെ അർത്ഥം എ സ്മോൾ പ്ലാന്റ്, ഒരു ചെറിയ ചെടി എന്നാണ്. നമ്മളിപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ചെറിയ ചട്ടികളിലൊക്കെ ചെടികൾ വീടുകളിലും ഓഫീസുകളിലൊക്കെ അലങ്കരിക്കാൻ വേണ്ടി വെക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ വായു ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെടിയോടുള്ള ഇഷ്ടം കൊണ്ടും നമുക്ക് ചെടി എപ്പോഴും നമ്മൾ വെച്ച് വളർത്തണം അല്ലേ. നമുക്ക് എപ്പോഴും ചെടികൾ വേണം, ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ അതിൽ പൂക്കളും പഴങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേക്ക് എന്ത് സംഭവിക്കും? അതിന് എല്ലാവരുടെയും സ്ഥിരം പരിപാടിയാണ് അതിൽ പൂക്കളോ പഴങ്ങളോ ഉണ്ടായിട്ട് ആ പഴങ്ങളുണ്ടായി പിന്നെ പഴങ്ങൾ നീച്ചയൊക്കെ വരാൻ തുടങ്ങിയാൽ ഒരു റൂമിൻ്റെ ഉള്ളിലോ ഡ്രോയിങ് റൂമിലോ ലിവിംഗ് റൂമിലോ ഒക്കെ ഈ ഒരു ചെടികൾ വെച്ചിട്ട് അതിൽ പഴങ്ങളൊക്കെ ഉണ്ടായി പിന്നെ അതിൽ ഉറുമ്പും ഈച്ചയും പാറ്റയൊക്കെ വരുമ്പോഴേക്ക് ആർക്കും അത് ഇഷ്ടമാവില്ല അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും? വേഗം അതെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് പുതിയ ചെടി വെക്കും. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അല്ലേ, അന്നപ്പോഴേക്കും അതെടുത്ത് കളയാൻ പാടുണ്ടോ? പിന്നെ എന്തിനാ അല്ലേ അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെടികളെ വെച്ച് പിടിപ്പിച്ചിട്ട് പിന്നീട് ആ ചെടീനെ വലിച്ചെറിയുന്ന ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ അതിൻ്റെ വേരുകൾ പടർന്ന് പിടിക്കാം. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഈ വലിച്ചെറിഞ്ഞ ചവറ്റുകോട്ടയിൽ നമ്മുടെ ഈ ചെറിയ ബോൺസായി ചെടിയിൽ പഴങ്ങളും പൂക്കളും ഉണ്ടാകുമ്പോഴേക്ക് അതിനെ എടുത്ത് കളഞ്ഞിട്ട് നമ്മുടെ ചവറ്റുകൂനയിലിടും. എന്നിട്ടോ അതിൻ്റെ വേരുകൾ ആ ഒരു ചവറ്റുകൂനയിൽ പടർന്ന് പിടിച്ചിട്ട് അവിടെ അതൊരു വലിയ മരമായി മാറുന്നു. ഇവിടെ നമ്മുടെ ഈ ഒരു റൈറ്റർ ഉപയോഗത്തിന് ശേഷം വേസ്റ്റിലേക്ക് എറിയപ്പെടുന്ന മനുഷ്യൻ്റെ ഒരു മോശമായ സ്വഭാവത്തെക്കുറിച്ച്, ദുഷ്പ്രവണതയെക്കുറിച്ചാണ് ഈ ഒരു കവിതയിൽ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കവിത മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. നമുക്കിതിലും ബെറ്റർ വേർഷൻസായി ഇതിൻ്റെ ആക്ടിവിറ്റീസും നോട്ട്സും അടുത്ത അപ്കമിങ് വീഡിയോസിൽ തരുന്നതാണ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. താങ്ക് യു.